നമസ്കാരം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല മോഷണം നടത്തിയിരിക്കുന്നത് എന്നതും തെളിയുന്നു. പങ്ക് കച്ചവടക്കാർ ആരെല്ലാമെന്നാണ് ഇനി അറിയേണ്ടത്. പത്മകുമാറിനെ വെട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. പത്മകുമാറിന് പോറ്റി അയച്ച ഇമെയിൽ പുറത്തുവന്നു. അണിയറ കഥകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്ന്. എല്ലാം അന്വേഷിക്കട്ടെ എന്ന തട്ടിപ്പ് ന്യായീകരണമാണ് പത്മകുമാർ ആവർത്തിക്കുന്നത്. ചോദിക്കുന്നതിനൊന്നും ഉത്തരമില്ലാത്തതുകൊണ്ടുള്ള എളുപ്പവഴി. മന്ത്രി വാസവനും അതുതന്നെ പറയുന്നു. കോടതി ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ മന്ത്രി സ്വാഗതം ചെയ്യുന്നത് കണ്ടു. കോടതി ചോദിച്ചതിനൊന്നും ദേവസ്വത്തിനും സർക്കാരിനും മറുപടിയില്ലാത്തതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതിക്ക് വയ്ക്കേണ്ടി വന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വല്ലാത്തൊരു കഴിവ് തന്നെ വേണം. കോടതി ഇടപെടൽ തുടരട്ടെ, പ്രത്യേക സംഘം അവരുടെ പണിയും ചെയ്യട്ടെ. ദേവസ്വവും സർക്കാരും പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ടോ? നിയമസഭയിൽ ഇന്ന് കണ്ടതും സാങ്കേതികത്വം പറഞ്ഞുള്ള ഉരുണ്ടുകളി. ദ്വാരപാലക ശില്പത്തിനപ്പുറം മറ്റ് സ്വർണ്ണക്കടത്തുകൂടി സന്നിധാനത്ത് നടന്നോ? ഉത്തരവാദപ്പെട്ടവർ ഉത്തരം പറയാത്തത് ഒത്തുകളി പുറത്തുവരും എന്നതുകൊണ്ടോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ശബരിമല മാഫിയയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും PK ഗോപൻ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ PK ഗോപൻ, ഇപ്പോൾ ഈ കൊണ്ടുപോയത് സ്വർണ്ണ പാളിയാണോ ചെമ്പ് പാളിയാണോ? ഇതായിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള വിവാദം. ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. അത് സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലോടെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ADGPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ശ്രീ വേണു, ഇതെങ്ങനെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്ന സമയം മുതൽ കേരള സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കട്ടെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടുന്നത്. അത് ഒന്നുകിൽ കോടതി നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ കോടതി സർക്കാരിനോട് പറയുക നിങ്ങൾ ഇന്ന അന്വേഷണം നടത്തണം. ഇതാണല്ലോ മുമ്പിലുള്ള വഴി. അപ്പോൾ കോടതി തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തോടു കൂടി ആ അന്വേഷണത്തെ ഗവൺമെൻറ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അതിനെ എന്തിനാണ് നമ്മളിങ്ങനെ വളച്ചൊടിക്കുന്നത്? ഗവൺമെൻറ് വളരെ സുതാര്യമായി ഈ പ്രശ്നത്തെ കാണുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള മാൽപ്രാക്ടീസ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് അന്വേഷണവും, ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. CBI അന്വേഷണം എന്താ കോടതി അംഗീകരിക്കാതിരിക്കുന്നത്? ഞങ്ങൾ CBI അന്വേഷണത്തെ പോലും എതിർക്കുന്നില്ല. സാധാരണഗതിയിൽ CBI എന്നുള്ളത് പിന്നെ ഒരുപാട് വിമർശനത്തിന് വിധേയമായിട്ടുള്ള സംവിധാനം കൂടിയാണ്. കേരളത്തിൽ ഒരുപാട് അന്വേഷണം നടത്തി പരാജയപ്പെട്ടവരാണ് CBI, അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തവരാണ്. ആയിക്കോട്ടെ, CBI എങ്കിൽ CBI അന്വേഷിക്കേണ്ട, ഇന്ന അന്വേഷണ ഏജൻസി മതി എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്താലും തടിതപ്പലാണെന്നൊക്കെ നിരീക്ഷിക്കണമെങ്കിൽ അപാരമായ ചർമ്മശക്തി ആവശ്യമുണ്ട് നമുക്കൊക്കെ. അത് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു പ്ലസ് പോയിന്റ്. പക്ഷേ ഇതിന്റെ മറുവശമുണ്ടല്ലോ ശ്രീ PK ഗോപൻ. ഹൈക്കോടതിയിൽ ഇത് ആരന്വേഷിക്കണം? ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എന്ന് കോടതി പറയുകയും ഉടനെ ദേവസ്വവും സർക്കാരും അതിനെ തലവുലിക്ക് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സമവായ ചർച്ചയല്ല അവിടെ നടന്നത്. മതിയായ വിവരങ്ങൾ ദേവസ്വം ബോർഡ് നൽകുന്നില്ല, സർക്കാർ നൽകുന്നില്ല, ഉത്തരങ്ങളില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ മുൻകൈയിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. വല്ലാത്തൊരു കഴിവ് പ്രകടനമാണ് എന്ന വിമർശനം ഉയരുന്നത്. അല്ല, അതല്ലോ വേണ്ടത്ര വിവരങ്ങൾ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ കയ്യിലില്ലല്ലോ. 2019 അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ 1990 സർക്കാരിന്റെ കൈവശമില്ലാത്തത് എങ്ങനെ? ഇൻസിഡന്റ് ഉണ്ട് അവിടെ. സർക്കാരിന്റെ കൈവശമില്ലാത്തത് എങ്ങനെ ശ്രീ ഗോപൻ? എല്ലാ 3 മാസം കൂടുമ്പോഴും
വിശദാംശങ്ങൾ സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട് എന്നതാണ് അവിടുത്തെ വ്യവസ്ഥ. ഹൈക്കോടതി ചോദിക്കുമ്പോൾ കിട്ടുന്നു, അതല്ല, ചോദിക്കാതെ തന്നെ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിജസ്ഥിതി. അങ്ങനെയല്ല, അവിടെ നടന്നിട്ടുള്ള മാൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സർക്കാരിന് അറിയില്ല. രേഖകളല്ലേ സർക്കാരിന് കൊടുക്കാൻ പറ്റൂ. ദേവസ്വം ബോർഡിനായാലും അവരുടെ കയ്യിലുള്ള 2007 കേരള ഗസറ്റ് ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഉത്തരവിൽ ദേവസ്വം നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 12-ാം വകുപ്പിൽ 3A വകുപ്പായി ചേർത്തിരിക്കുന്നിടത്ത് പറയുന്നത് ദ ദേവസ്വം കമ്മീഷണർ ഷാൽ സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദി ഗവൺമെന്റ് വൺസ് ഇൻ 3 months എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അല്ലല്ലോ കൊടുക്കുന്നത്. അല്ല, അത് തന്നെ 3 മാസത്തിലൊരിക്കൽ കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന് പ്രകാരമുള്ള സാധനങ്ങളല്ല അവിടെ വ്യത്യാസം വന്നു എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഈ രജിസ്റ്റർ വെച്ചിട്ട് കോടതിയിലങ്ങ് ഹാജരാക്കിയാൽ പോരായോ? അപ്പോൾ അവിടെ സംഭവിച്ചെന്താ, അവിടെ 98 മുതലുള്ള സ്വർണം പൂശലും സ്വർണ്ണപ്പാളിയുടെ പ്രശ്നങ്ങളും 2019 കൊടുത്തു വിട്ടതും 25 വിഷയം ഉയർന്നു വന്നല്ലോ. ഉയർന്നു വന്നപ്പോഴാണ്. മാത്രമല്ല, ഈ അതൊന്നും ഉയർന്നു വന്നത് യാദൃച്ഛികമായിട്ടല്ല, സർക്കാരിന്റെ മുൻകൈയിലുമല്ല, കോടതിയുടെ പരിശോധനയിലാണ് ആ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒറ്റ കാര്യം ശ്രീ P.K. ഗോപൻ, ഇപ്പോ 2019 കൊടുത്തു വിടുമ്പോ അത് ചെമ്പ് പാളികളല്ല എന്ന് ഇന്നിപ്പോ ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരുന്ന വിവരമാണ്. അങ്ങനെയെങ്കിൽ ആ കാലം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ കാലമാണ്, കടകംപള്ളിയുടെ കാലമാണ്. അപ്പോ ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കി. കടകംപള്ളിയുടെയും പത്മകുമാറിന്റെയും കാലമാണത് അല്ലേ? അപ്പൊ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയല്ല, അവിടെ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നു എന്ന് ദേവസ്വത്തിന്റെ വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുവെങ്കിൽ അത് പ്രതിരോധത്തിലാക്കുന്നതാരെ? UDF-നെയും കോൺഗ്രസിനെയും അല്ലല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളെല്ലാവരും പറഞ്ഞത് കൊണ്ടുപോയത് ചെമ്പുപാളിയാണ്, അല്ലെങ്കിൽ അവിടെ ഹാജരാക്കിയത് ചെമ്പുപാളിയാണ് എന്നായിരുന്നല്ലോ വിമർശനം മുഴുവൻ. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നാണല്ലോ. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിന് മറുപടി ദയവായി. അവിടെ സ്വർണ്ണ മോഷണം നടന്നിരിക്കുന്നു, സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാകണമല്ലോ. അതാരാണ്? എന്ത് ചോദ്യമാണ് ശ്രീ വേണു ചോദിക്കുന്നത്? അത് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കും. അല്ല, പക്ഷേ ഇതിൽ എന്തിനാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഇതിലുള്ള പങ്ക് പരിശോധിക്കണമെന്ന് പറയുന്നത്? അപ്പൊ നിങ്ങളൊരു ന്യായവാദം അങ്ങ് പറയും, കുറ്റം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം വരട്ടെ എന്ന്. കുറ്റം ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ്, അതുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന വകുപ്പുകൾ. ഇങ്ങനെയൊക്കെ വരുന്ന ഘടകങ്ങളുമുണ്ട്, അവിടേക്കൊക്കെ അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അല്ല, ഇതിനകത്ത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ മാറുന്നതാണ്, ഗവൺമെൻറ് കാലാകാലങ്ങളിൽ മാറുന്നതാണ്. ഇത് 5 വർഷത്തെ 10 വർഷത്തെ പ്രശ്നമല്ല. ഇത് 10 വർഷത്തിനകത്ത് ചുരുക്കിക്കൊണ്ടുവരാൻ ആര് പരിശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. കാരണം 10 വർഷത്തെ പ്രശ്നം മാത്രമായിട്ട് അത് അന്വേഷിക്കാനും പറ്റില്ല, കണ്ടെത്താനും പറ്റില്ല. അതിൽ 10 വർഷമായിട്ട് നടക്കുന്ന ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ശബരിമലയെ അഴിമതി വിമുക്തമാക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ വിചിത്രമായ സാങ്കേതിക ന്യായമാണ് പിടിവള്ളിയായി ഈ സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളും പാർട്ടി പ്രതിനിധികളും എല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പറയുന്ന 10 വർഷത്തേക്ക് ഇത് ചുരുക്കരുത്, സർക്കാർ തുടർച്ചയാണ്, ദേവസ്വം ബോർഡ് തുടർച്ചയാണ്, മറ്റ് പല വിഭാഗങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും, പങ്കാളികളായിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെ പറ്റി കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമല്ലോ. ഒരു വർഷത്തിൽ 30ഓ 40ഓ ഒക്കെ ഉത്തരവുകൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും, ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ചിൽ നിന്ന്. ഒരു വർഷത്തേക്കാണ് പല പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും അവിടെ ചുമതലയേൽക്കുക. ഇവർ പലപ്പോഴും ഈ പറയുന്ന ഉത്തരവുകളുടെ ഒന്നും സാരാംശം ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എന്തൊക്കെ തൊടുന്യായമാണ് ഈ പറഞ്ഞു പോകുന്നത്? ഈ തൊടുന്യായം വെച്ചുകൊണ്ട് ഇനിയും സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ CPM-ന് കഴിയുമോ? വേണു, നമുക്ക് എത്ര ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. എന്തിനാണ് ഇവിടെ വലിയ താത്വിക അവലോകനമൊക്കെ നടത്തുന്നത്? എന്താണ് ഇവിടുത്തെ വിഷയം? ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമായി
ആ കവാടത്തിന്റെ ഇരുവശത്തുമായുള്ള ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളാണ് ഈ പോയിട്ടുള്ളത്. ആ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ, അതായത് ഒരാളിന്റെ ഹൈറ്റ് ഉണ്ട് അതിന്, ഒരാൾ ഉയരമുള്ള ദ്വാരപാലക വിഗ്രഹം, അതിന്റെ മുഖമൊഴിച്ചിട്ടുള്ള ബാക്കി മുഴുവനും സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. ആ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി ഈ രീതിയിൽ അനധികൃതമായി കൊണ്ടുപോയി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിനകത്തെ വിഷയം. നോക്കൂ, ഈ ശബരിമലയിൽ എന്നല്ല, എവിടെയും ഏത് ക്ഷേത്രങ്ങളിലെയും ഇതുപോലെയുള്ള സ്വർണവുമായി ഇങ്ങനെയുള്ള തിരുവാഭരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ദേവസ്വം ചട്ടമനുസരിച്ച് ആ പ്രിമൈസസിലായിരിക്കണം നടക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥരുടെയും ക്യാമറകളുടെയും മേൽനോട്ടത്തിൽ അതിന്റെ മുമ്പിൽ അത്രമാത്രം സേഫായിട്ട് നടക്കേണ്ട പ്രക്രിയ, അതാണ് അവിടെ നിന്ന് ഇളക്കിയെടുത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ വേറൊന്ന്, ഇതിൻ്റെ അകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള മറ്റൊരു തട്ടിപ്പും കൂടെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ നടക്കുന്നുണ്ട്, ഈ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അവിടെയുള്ള സ്വർണം, ആ സ്വർണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഈ 24 ക്യാരറ്റ് സ്വർണം അല്ല. അവിടെ സമർപ്പിച്ചിരിക്കുന്ന സ്വർണം, അവിടെയുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ 24 ക്യാരറ്റ് തങ്കമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് ചെമ്പും കൂടെ ചേർത്തിട്ടാണ് അതിന് ബലം വെക്കുന്നത്. ഈ സാധനം കൊണ്ടുപോയിട്ട് ഇതിനെ 22 ക്യാരറ്റ് ആക്കി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡിഫറൻസ് വരുന്ന സ്വർണം മുഴുവൻ പോവുകയാണ്. അതൊന്നും രണ്ടും ഒന്നും അല്ല, കിലോ കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് വരുമാനമുള്ള ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ഒരാൾ പൊക്കമുള്ള ഒരു വിഗ്രഹത്തിൽ നിന്ന്, അത് പബ്ലിക്കായിട്ട് അവിടെ വെച്ചിരിക്കുകയാണത്. ക്ലാഡഡ് ഗോൾഡ് ആണത്. സ്വർണം, മെർക്കുറിയും ഈയവും ചേർത്ത് ഒട്ടിച്ച് വളരെ വളരെ ബലമുള്ള സംഭവമാണത്. അതിൽ നിന്ന് ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു പ്രക്രിയയാണത്. അല്ലാതെ എടുത്ത് വെറുതെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ല ഇത്. അപ്പം അതങ്ങനെ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ അവർക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കണം. നമുക്ക് വെറുതെ കോമൺ സെൻസ് പോലെ വേണം ഇത് ആലോചിച്ച് മനസ്സിലാക്കാൻ. ഇവർ പറയുന്നത് എന്താണ്? ദേവസ്വമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, സർക്കാരിനൊരു ബന്ധവുമില്ല. എന്നിട്ട് എന്തിനാണ് വർഷാവർഷം അവിടെ ശബരിമല നട തുറക്കുമ്പോൾ ഈ ദേവസ്വം മന്ത്രി എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടല്ലോ ഇവരുടെ കൂട്ടത്തില്, ഇല്ലേ? എന്തിനാ പിന്നെ ദേവസ്വം മന്ത്രി? ഈ ദേവസ്വം മന്ത്രി, വിശ്വാസിയല്ലാത്ത ദേവസ്വം മന്ത്രി, ഇവിടെ ഇരിക്കുന്നവര് ഇപ്പം വീടുമൊക്കെ ശബരിമല പോയിട്ടുണ്ടാവും, ഇവരെല്ലാവരും പോയിട്ടുണ്ടാവും. ആ നട ശ്രീകോവിലിന്റെ മുമ്പിൽ എന്തുമാത്രം ഇടുങ്ങിയതാണ് നമുക്കറിയാം. എത്ര പേർക്ക് അവിടെ തികച്ചു നിൽക്കാൻ കഴിയും? അതുവഴി ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ഭക്തിപുരസരം പാസ് ചെയ്തു പോകുമ്പോൾ ഈ വിശ്വാസിയല്ലാത്ത ഈ മന്ത്രി പുങ്കവൻ അവിടെ വന്ന് കയ്യും കെട്ടി വായി നോക്കി നിൽക്കുകയാണ്. ഇയാൾക്ക് എന്താ അവിടെ കാര്യം? അവിടെ വിശ്വാസമില്ല. ഇയാൾക്ക് ഭരിക്കാനാണെങ്കിൽ അവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ഭരിക്കാം, അവിടെ വന്നിരിക്കണ്ടേ? ഈ ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി തീർത്ഥമൊഴിച്ചു കൊടുക്കുമ്പോൾ കൈ കഴുകി കളയുകയാണ്. ഈ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരെയും വിശ്വാസികളെയും അപമാനിക്കുന്ന ഈ വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്ന ഈ ചെകുത്താൻ കൂട്ടത്തിന് അവിടെയുള്ള സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണം മാത്രമാണ്. പക്ഷെ അത് ഭക്തരുടെയും വിശ്വാസികളുടെയും വികാരം കൂടിയാണ് ആ സാധനം. അവർക്ക് അതിൻ്റെ അകത്ത് ഒരു വൈകാരിക ബന്ധവും അതിൻ്റെ അകത്തില്ല. ശബരിമലയിൽ വരുമാനമുണ്ട്, നല്ല വരുമാനമുണ്ട്, പണമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഇൻട്രസ്റ്റ്. ഇവർ അനുവദിക്കാതെ, ഇങ്ങനെ ഒരു വലിയ സംഘം ടീമായിട്ട് പ്രവർത്തിക്കാതെ എങ്ങനെ അവിടെ ഈ പ്രവർത്തികൾ നടക്കും? എങ്ങനെ കൊണ്ടുപോകും? അതുമല്ല, ക്ലാഡഡ് ഗോൾഡ്, ക്ലാഡ് ചെയ്ത ഗോൾഡ്, ഗോൾഡ് കവറിങ് അല്ല, സ്വർണം പൂശിയതല്ല. ക്ലാഡ് ചെയ്ത ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെമ്പ് പാളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ സർഫസിൽ ഒരു തിൻ ലെയർ ഓഫ് ഗോൾഡ് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡ് തന്നെയാണത്. അത് ഒട്ടകത്തോലിൽ വെച്ച് അടിച്ച് പരത്തി പേപ്പർ കനത്തിലാക്കിയ ഗോൾഡ്. എന്നാൽ ഗോൾഡ് കവറിങ് എന്ന് പറഞ്ഞാൽ ചെമ്പിൽ സ്വർണം പൂശുന്നതാണത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതാക്കുന്നത്. ഒടുവിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഈ ക്ലാഡഡ് ഗോൾഡ് കൊണ്ടുപോയി ഗോൾഡ് കവേർഡ് ചെമ്പ് തിരിച്ചു കൊണ്ടുവന്നു. ഇത് സാധാരണഗതിയിൽ ഇതൊന്നും ആരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളല്ല.
ഇങ്ങനെ ഈ ശബരിമല മാത്രമല്ല, ഈ ദേവസ്വം ഈ അമ്പലങ്ങളുമായിട്ടും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു ലോക ഫ്രോഡുകൾ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ട്. ഈ മാഫിയ സംഘത്തിന് ഭരണതലത്തിലും ദേവസ്വം ബോർഡ് തലത്തിലും ഒക്കെ വളരെ വലിയ സ്വാധീനവുമുണ്ട്, വളരെ വലിയ സ്വാധീനമുണ്ട്. ഇവരൊക്കെ ബിഹൈൻഡ് ദ കർട്ടൻ, ആരും അറിയില്ല ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇതെങ്ങനെയോ ഇപ്പൊ ഈ അയ്യപ്പ സംഘം അയ്യപ്പൻ കൊടുത്ത പണിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എന്തായാലും ഇത് ഇങ്ങനെയെങ്കിലും, പക്ഷെ ഇനി ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, എനിക്കിത് ഈ കേസ് എങ്ങനെ എവിടെയൊക്കെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല വേണു. സത്യം പറയാണ്. കാര്യം ഇതിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ മാത്രം ഇവർക്ക് ശക്തിയുണ്ട്. നോക്കൂ, ഇവിടെ ഇത്രയൊക്കെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴല്ലേ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് മീഡിയ വന്നിരുന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കി പച്ച കള്ളം പറയുന്നത്. ഈ കൊള്ള സംഘം, ഈ വൃത്തികെട്ടവന്മാര്, ഈ കൊള്ള സംഘം എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് വന്നിരുന്ന് ഈ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ താത്വിക അവലോകനം വല്ലതും വേണോ? വെറും കോമൺ സെൻസ് പോലെ ഒരാൾ പൊക്കത്തിലുള്ള ഒരു വിഗ്രഹത്തിൽ നിന്ന്, ഓപ്പണായിരിക്കുന്ന വിഗ്രഹമാണത്, അവിടെ നിന്ന് ശ്രീകോവിലിന്റെ അകത്തൊന്നുമല്ല, ശ്രീകോവിലിന്റെ മുമ്പിൽ എല്ലാവർക്കും ഇങ്ങനെ നേരിട്ട് തൊട്ടടുത്ത് കാണാവുന്ന രീതിയിലുള്ള അവിടെ നിന്ന് ഇത്ര വലിയ തോതിൽ ഗോൾഡ് അഴിച്ചെടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒരാൾ വിചാരിച്ച അത് ഞങ്ങൾ അന്വേഷിക്കും, നോക്കട്ടെ, ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവരെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്നൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമായിട്ടാണ് ഇവർ മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ എൻ ശ്രീകുമാർ, സർക്കാർ സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം കേട്ടല്ലോ. അതായത് ഇത്രയും ഗൗരവതരമായൊരു കണ്ടെത്തൽ ഉണ്ടായിട്ടും ദേവസ്വം വിജിലൻസ് പറയുകയാണ് അവിടെ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ദ്വാരപാലക ശില്പം മാത്രമല്ല, രണ്ടല്ലാത്ത പാളികൾ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ സ്ഥിതി എന്താണ്? അതിൽ തൂക്കക്കുറവുണ്ടോ? അതിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ തട്ടിപ്പുകളുടെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് തള്ളുന്നത് പ്രതിപക്ഷത്തെയല്ല, ദേവസ്വം വിജിലൻസ് തള്ളുന്നത് ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉള്ളത് എന്ന് തന്നെ പറയാവുന്ന ദേവസ്വം ബോർഡിനെയാണ്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, ഇവരുടെ ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള നേതാവായിട്ടുള്ള പത്മകുമാറിന്റെ വാദങ്ങളെയാണ്. ഒരു വേള വിവിധ ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്ത് നിന്ന് ഈ പറയുന്ന ചുമതല വഹിച്ച ജി സുഹാനെ ഒഴിവാക്കി നിർത്താം, കടകംപള്ളിയെയും ഇപ്പോൾ വാസവനെയും ഒക്കെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. എന്നിട്ടും ഇവർ പറയുന്നു ഈ കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന്. അതെന്ത് സമീപനം? നോക്കൂ ശ്രീ വേണു, ഈ വിഷയത്തിൽ കോടതി ഒരു ജസ്റ്റിസ് ശങ്കരനെ ഒരു അന്വേഷണത്തിന് ആദ്യമായിട്ട് നിയോഗിച്ചല്ലോ. അതിനുശേഷം അതും ഇവർ സ്വാഗതം ചെയ്തു. എന്നിട്ട് അന്ന് ഈ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് 2019 അന്വേഷിക്കണമെന്നാണ്. പക്ഷേ 2019 അന്വേഷിക്കാൻ ആ കോടതി തീരുമാനിച്ചത്. എന്നിട്ട് ഇവർ വീണ്ടും അത് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഏത് അന്വേഷണം ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് കാണിക്കാനുള്ളൊരു വ്യഗ്രത ഇവർക്കുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോടതി തന്നെ ഒരു തീരുമാനമെടുത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവർ പറഞ്ഞ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടൊരു അന്വേഷണം നടത്തുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം. രഹസ്യ സ്വഭാവം വേണം. ഇവിടെ 2019 മുതൽ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണ്. ആ കമ്മ്യൂണിസ്റ്റുകളുടെ കാലത്താണ് ശബരിമലയിലെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കവർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളും പുറത്തു വരുന്നത്. ഇന്നിപ്പം മന്ത്രി വാസവൻ പറഞ്ഞത് 2019 ഞങ്ങൾക്ക് വീഴ്ച പറ്റി. എന്താ ഇത്രയും ദിവസം എന്താ പറയാതിരുന്നത് വീഴ്ച പറ്റിയെന്ന്? ഇന്ന് കോടതി അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോഴാണോ വീഴ്ച പറ്റിയെന്ന് പറയാൻ തോന്നിയത്? അന്ന് പത്മകുമാറാണ് ഭരിച്ചിരുന്നതെന്ന് മാത്രമേ അദ്ദേഹം പറയാത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പത്മകുമാറിനെ കാണായപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. എല്ലാവരും അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. 1 മാസം ഇവരിങ്ങനെ സ്വാഗതം ചെയ്യുന്ന പ്രക്രിയ തുടരും. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം. ഇപ്പം നാളെ എന്തായാലും UDF-ഉം കോൺഗ്രസും പ്രചരണപരമായ കാര്യങ്ങളുമായിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അസംബ്ലിയിൽ ഇവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലല്ലോ. ഇത്ര വലിയ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് അസംബ്ലിയിൽ ഉത്തരം പറയാതിരുന്നത്? എന്നിരുന്ന് മന്ത്രി രാജേഷ്, അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, അദ്ദേഹം പറയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വം. എനിക്ക് മനസ്സിലായില്ല വേണു, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വം എന്ന് പറയുന്നത്? അവർ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവതരണ അനുമതി കൊടുത്തില്ല, കോടതിയിലിരിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇത് ചർച്ചയായപ്പോൾ മന്ത്രി രാജേഷ് പറയാണ് ഭീരുത്വം. അതിനുശേഷം മന്ത്രി വാസവൻ പറയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശൻ തെറ്റു പറയണമെന്ന്, മറ്റേ ജനങ്ങളോട് തെറ്റു പറയണമെന്ന്. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയുന്നത്? VD സതീശൻ എന്താ ബന്ധം ഇതിൽ?
കഴിഞ്ഞ 9 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു ദേവസ്വത്തിൻ്റെ കീഴിൽ നടക്കുന്ന ക്രമക്കേടുകളാണത്. അതിൽ VD സതീശൻ മാപ്പ് പറയണം. എന്നിട്ട് എന്താണ് പരിഹാസം? അതായത് ഇവർക്ക് ഈ CPMന് 2-3 ആയുധങ്ങളുണ്ട്. ഒന്ന് അശ്ലീലത്തെ ആയുധമാക്കുക, 2 നുണയെ ഒരു ആയുധമാക്കുക. ഇപ്പോൾ നോക്കൂ, പരിഹാസത്തെ ആയുധമാക്കുകയാണ്. എന്താണ്? വെറുതെ പരിഹസിക്കുക. അതായത് ഇന്ന് MV ജയരാജൻ പറയുന്നത് കേട്ടു, കോൺഗ്രസിൻ്റെ ഒരു അവതാരമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വിവാദ പുരുഷനായിട്ടുള്ള പോറ്റിയെന്ന്. കോൺഗ്രസിൻ്റെ അവതാരം എങ്ങനെയാവണത്? അപ്പോൾ ഇവർ ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ കോടതിയുടെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് AKG സെൻറ്ററിൽ നിന്ന് കൂട്ടശരണമൊളി ഉണ്ടാകും. കാരണം രക്ഷാപ്രവർത്തനത്തിന് ആരും എത്താനുള്ള സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനത്തിന് എത്തണമെങ്കിൽ അതിന് ഉത്തരം നേരത്തെ പറയണമായിരുന്നു. മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരം പറയാൻ പറ്റാത്തത്? ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് കഴിഞ്ഞ വർഷം ഒരു 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ഒരുപാട് വിശ്വാസികളുടെ സംശയങ്ങൾ ഉണ്ടാക്കിയൊരു വിഷയമാണ് ശബരിമല. ആ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നേ വരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് അസംബ്ലിയിൽ അഭിപ്രായം പറയാമായിരുന്നല്ലോ. നോട്ടീസ് കൊടുക്കാതെ പ്രതിഷേധിച്ചു എന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത്. നോട്ടീസ് കൊടുക്കാൻ നേരം അവർ പറഞ്ഞു പറ്റില്ല എന്ന്. ഈ പ്രതിഷേധത്തിന് അവിടെ അസംബ്ലി പറയേണ്ട, പുറത്ത് പറയാമല്ലോ. ഇവർ കോടതി എന്ന് പറയുമെങ്കിൽ പിന്നെ എന്തിനാണ് MB രാജേഷ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? എന്തിനാണ് വാസവൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ഈ കോടതി എന്നുള്ള ആ ഒരു പരാമർശം. കോടതിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഭരണാധികാരികൾ ജനങ്ങളോട് സത്യം പറയുന്നതിന് ഏത് കോടതിയാണ് എതിർക്കുക? അപ്പോൾ ഇവർക്കത് പറ്റുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2019 മുതലുള്ള സംഭവം അന്വേഷിക്കുമ്പോൾ ഈ 2016 അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം സ്വർണ്ണമായിരിക്കും. എന്ത് CPM തൊഴിലാളി വർഗ പാർട്ടിയും CPM തൊഴിലാളി വർഗ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് CPM-ഉം സ്വർണവും തമ്മിൽ എന്താ ബന്ധം? എത്രയോ കാലമായിട്ട് ഈ സ്വർണ്ണമായിട്ട് ഇവരിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിക്ക് സ്വർണ്ണക്കാര്യത്തിലാണ് ഇപ്പം ബന്ധം വരുന്നത്. അവർ സ്വർണം എടുത്തില്ലോ എന്നോ ആരും പറയുന്നില്ലല്ലോ. അവരുടെ ഭരണകാലത്ത് പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി സംബന്ധിച്ചും ദ്വാരപാലകരുടെ ആ കവചം സംബന്ധിച്ചും സംശയം വന്നു. ആ സംശയം ദൂരീകരിച്ചു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അത് ദൂരീകരിച്ചു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് അസംബ്ലി ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് അസംബ്ലിയിലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അസംബ്ലി ചേരാത്തപ്പോൾ പുറത്ത് ചോദിക്കാം. പ്രതിപക്ഷത്തിന് അസംബ്ലി ചേരുമ്പോൾ ചോദിക്കാം. പത്രലേഖകർക്ക് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴും ചോദിക്കാം. മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പത്രലേഖകർക്ക് പറ്റുന്നില്ല. എവിടെയെങ്കിലും വെച്ച് മുഖ്യമന്ത്രി ഇങ്ങനത്തെ സംഭവം എന്ന് ചോദിച്ചാൽ അദ്ദേഹം രൂക്ഷമായി നോക്കിയിട്ട് അദ്ദേഹം മിണ്ടാതെ പോകും. അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിച്ചാൽ അതിനുത്തരമില്ല. പിന്നെ എവിടെ ഉത്തരം പറയുക? അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക. അതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചത് മേഖലാ റാലികൾ നടത്തി ജനങ്ങളോട് കാര്യം പറയുക. പന്തളത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിശ്വാസി സമ്മേളനം എന്ന് വെച്ചാൽ ശബരിമലയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ. അതൊരു രാഷ്ട്രീയമായ സമ്മേളനം തന്നെയാണ്. രാഷ്ട്രീയമായ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മന്ത്രി വാസവനും മന്ത്രി രാജേഷും ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ സമ്മേളനത്തോടുകൂടി ഒരുപാട് സംശയങ്ങൾ വന്നു. കാരണം 2019 ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകാതിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ കാര്യത്തിൽ അന്ന് കൊണ്ടുപോയ സ്വർണം മഹസറിൽ ചെമ്പെന്നെഴുതി കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറഞ്ഞു. ഇതൊക്കെയാണല്ലോ ചർച്ച. അപ്പോൾ ഇതൊക്കെ ഇത്രയും വർഷമായിട്ട് ഇവരുടെ കണ്ണിൽ എന്തുകൊണ്ട് പെട്ടില്ല? ഇന്ന് ഞാൻ വിചാരിച്ചു മന്ത്രി വാസവൻ പത്രസമ്മേളനം നടത്തുമ്പോഴേ ഇതും കൂടെ ഒന്ന് പറയുമായിരിക്കും. കാരണം അന്വേഷണം നടക്കുന്നുണ്ട്, വേറെ വിഷയം. പക്ഷേ 2019 നടന്ന സംഭവത്തിൽ ഈ 2025 ഇവരിത് അറിഞ്ഞില്ലെന്നുള്ളതാണല്ലോ. ഇപ്പോൾ പ്രശാന്ത് വന്നപ്പോൾ പ്രശാന്ത് എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞെന്താ? അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ്. സത്യത്തിൽ വേണു അയ്യപ്പ സംഗമം നടത്തിയതാണിത് പുറത്തു വരാൻ കാരണം. അന്ന് ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഈ അയ്യപ്പ സംഗമം ഈ ഗവൺമെൻറ്റിനെ കുഴിയിൽ വീഴ്ത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ ഒരു വികൃതിയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണ് പലതും പുറത്തു വന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, വാർത്ത വന്നപ്പോഴല്ലേ മന്ത്രി നമ്മളൊരു കാര്യം അറിഞ്ഞത്. അതായത് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 3 കോടി രൂപ എടുത്തിട്ട് അയ്യപ്പ സംഗമം നടത്താനായിട്ട് കൊടുത്തു. ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്ത് കൊടുക്കാൻ പാടില്ല എന്നല്ലേ? അത് തിരിച്ചു വെക്കുമോ വെക്കില്ല എന്നൊക്കെ പിന്നെ വരുന്ന വിഷയമാണ്. പക്ഷേ ഈ കൊടുത്ത കാര്യം മന്ത്രി പറഞ്ഞിട്ടില്ല പൊതുജനങ്ങളോടെ. കൊടുത്ത കാര്യം നമ്മളറിഞ്ഞത് പത്ര ചാനലുകൾ വന്നപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് ഈ 3 കോടി രൂപ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് എന്താ അവർ പറയാതിരുന്നത്? അപ്പോൾ അതും മറച്ചു വെച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ 2019 ശേഷമുണ്ടായ ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എത്ര പേര് പ്രതിക്കൂട്ടിൽ വരുമെന്നറിയോ വേണു?
ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യമേ ഉള്ളൂ, പൊതു മുതൽ ആരും കൊള്ളയടിക്കാൻ പാടില്ല. ഇന്ന് ജി സുധാകരൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെ നേതാവാണല്ലോ ഇവിടെ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ഗോപകുമാറിൻ്റെ നേതാവാണല്ലോ ജി സുധാകരൻ, മുൻ ദേവസ്വം മന്ത്രി, CPM-ൻ്റെ പ്രമുഖനായ ഇപ്പോഴത്തെ നേതാവ്. അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വർണം കൊണ്ടുപോകുന്നതും നമ്പർ 1 എന്ന് പറയുമെന്നല്ലേ ചോദിച്ചത്. അവിടെ പരിഹാസമാണ് CPM നേതാവിൻ്റെ. അപ്പോൾ CPM നേതാവിനെ ആയ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ജി സുധാകരനെ പോലും ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കരുവന്നൂർ കേസ് വന്നപ്പോഴും ഇതുപോലെ സുധാകരൻ ചോദിച്ചു, കരുവന്നൂർ കൊള്ളയടിക്ക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയിൽ യഥാവധി മനസ്സിലാക്കി കൊടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന്. അതേ സുധാകരൻ ഇന്ന് പറയുന്നു ഇതിൽ നമ്പർ 1 ആണെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ വേണു സാധാരണ അസംബ്ലിയിലെ ഇവർ മേനി നടിച്ച എന്താണ്? അടിയന്തര പ്രമേയങ്ങൾക്ക് എല്ലാം അനുമതി കൊടുത്തു എന്നല്ലേ. ആ അടിയന്തര പ്രമേയങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് വെറും വാചക കസർത്ത് കൊണ്ട് രക്ഷപ്പെട്ടു പോകാവുന്ന കാര്യമാണ്. ഇന്നതല്ല, ഇന്ന് കഴിഞ്ഞ ആഴ്ച കൊടുത്ത എന്താണ്? ശബരിമലയെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയമാണ്, അതിന് അനുമതി കൊടുത്തില്ല. എന്നിട്ട് ഇന്ന് പറയുകയാണ് ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല എന്ന്. അപ്പോൾ അന്ന് പറഞ്ഞതോ? അന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും നോട്ടീസ് കൊടുത്തില്ലെന്ന് പറഞ്ഞ മന്ത്രിമാരാ അസംബ്ലിയിൽ ഇരിക്കുന്നത്, ഡോക്ടർ ഗോപൻ. അപ്പം എവിടെയാണ് നിങ്ങൾക്ക് എന്തോ ഒരു സ്ഥലജലഭ്രമം സംഭവിച്ചതൊരു തോന്നലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതിയുടെ ഈ വിഷയം വന്നപ്പോഴും അത് തന്നെയാണ് തോന്നുന്നത്. കാരണം CPM നേതാക്കൾക്ക് അവർ പറയുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. ഇപ്പോൾ ഒരു വാദത്തിനത് അംഗീകരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ പ്രശാന്ത് പറയുകയാണ് എൻ്റെ കാലത്തല്ല ഇത് നടന്നത്, 2019 ആണല്ലോ, അത് എൻ്റെ കാലമല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ കാലത്ത് ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ പത്മകുമാറാണല്ലോ. പത്മകുമാർ ഇത് പറയുന്നില്ല. 2019 ഇതുമായി ബന്ധപ്പെട്ട ഉത്തരം പറയേണ്ട ഒരാൾ ഉത്തരം പറഞ്ഞാൽ പ്രശാന്ത് പറയുന്നതിനൊരു യുക്തിയുണ്ട്, അത് ഞാനല്ല പറയേണ്ടത് എന്ന്. അപ്പോൾ പ്രശാന്ത് പറയുന്നു ഞാനല്ല അത് പറയേണ്ടത്, 2019 ഞാനല്ല, 2019 പത്മകുമാർ പറയുന്നു എല്ലാം പരിശോധിക്കട്ടെ എന്ന്. ഇന്നിപ്പോൾ വാസവൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കാലത്തല്ല ഇത് നടന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കാനുള്ള വ്യഗ്രതയാണ് അദ്ദേഹത്തിൻ്റെ മറുപടികൾ. അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടികളിലുള്ളത്. ഈ ചുരുക്കം വർഷങ്ങളിൽ ഇത് സംഭവിച്ചു എന്ന രൂപത്തിൽ വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, 2019 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്കെടുക്കുമ്പോൾ അതിന് ചുമതലപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് PWD ആണെന്ന്. അപ്പോൾ അന്ന് പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെ മന്ത്രിയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിൽക്കുക. പിന്നീട് വന്ന ഹൈക്കോടതി ഇടപെടലിന് ശേഷമാണ് ഇതിപ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലായതെന്ന്. ഇങ്ങനെ ഓരോരോ സാങ്കേതികത്വം പറഞ്ഞ് അവനവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഈ വ്യഗ്രത എന്തുകൊണ്ടാകാം? അത് നമ്മൾ ഈ പാസിംഗ് ദ ബക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, നമ്മുടെ തലയിൽ നിന്ന് പരുക്കെ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് മാറ്റിക്കളയുക, നമ്മൾ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുക. ഇതാണ് ഇപ്പോൾ മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് ചെയർമാനായാലും ശരി അവർ ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? ദേ ആർ റെസ്പോൺസിബിൾ. അവർക്ക് ആ ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അവരാണ് ഇപ്പം അധികാരത്തിലിരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ ചുമതലക്കാരായിരിക്കുന്നത്, അവരാണ് സമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടിരിക്കുന്ന ആളുകൾ. എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെയാണ് പറയുക? നിങ്ങൾ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ നിങ്ങൾ ഈ സംവിധാനങ്ങൾ നിങ്ങൾ ഭരണം തുടങ്ങിയ സമയം മുതലുള്ള കണക്കല്ലല്ലോ നോക്കേണ്ടത്. നിങ്ങൾ ആ സംവിധാനത്തിൻ്റെ മൊത്തം ചുമതലക്കാരനാണ്. ആ ചുമതലക്കാരെന്ന നിലയിൽ നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും ആൻസറബിളുമാണ്. അതുകൊണ്ട് എൻ്റെ കാലത്തല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്താണോ അല്ലയോ എന്നുള്ള അല്ലല്ലോ പ്രശ്നം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവിടെ വലിയ തോതിലുള്ള മോഷണം ഉണ്ടായിട്ടുണ്ടോ? അവിടെ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടോ? അവിടെ തട്ടിപ്പുകാർ കയറി ഇറങ്ങുന്നുണ്ടോ? ഇത് പരിശോധിക്കാനുള്ള സംവിധാനം വേണം. ആ സംവിധാനത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ആൾ ജനങ്ങളോട് മറുപടി പറയണം. ഇക്കാര്യത്തിൽ ഈ മന്ത്രിയായാലും ശരി, ചെയർമാനായാലും ശരി, ഈ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അവർ ഈ പണ്ട് എന്നെ കോഴി കെട്ടാൻ ഞാൻ തലയിൽ പൂടയുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയുള്ള ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് പറയാം. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്, ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെ തങ്ങളുടെ ശരീരം രക്ഷപ്പെടുത്താൻ, തങ്ങളുടെ തടി രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവരൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ചും ഈ 2018 ശേഷമുള്ള ഈ സംഭവങ്ങൾക്ക് ശേഷം 2019 ശേഷം വളരെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ സ്വർണം കൊണ്ടുപോയതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അയ്യപ്പ സംഘം ഒരു പൊളിറ്റിക്കൽ സംഗമമായിരുന്നു. അത് യഥാർത്ഥത്തിൽ
അയ്യപ്പനുമായിട്ടോ ദൈവവിശ്വാസവുമായിട്ടോ അയ്യപ്പ ക്ഷേത്രവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത എക്സ്ട്രീംലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ അവിടെ നടത്തിയത്. അതിനു വേണ്ടിയിട്ട് ദേവസ്വത്തിൻ്റെ പണമാണ് മാറ്റിവെച്ചത്. അത് ആരോട് ചോദിച്ചാൽ അത് ചെയ്തിരിക്കുന്നത്? അത് ഈ ചെയർമാൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് നിന്നല്ലേ ഈ 3 കോടി ഉറുപ്പ്യ മാറ്റി കൊടുത്തത്. അപ്പോൾ അത്തരം കാര്യം അല്ല, അവിടെ എന്ത് തരത്തിലുള്ള അയ്യപ്പവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, അയ്യപ്പനെ കാണേണ്ട ആളുകൾ 18-ാം പടി കയറിയിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് ഈ ശബരിമലയിൽ പോകേണ്ട ആളുകൾ ഈ പിണറായി വിജയനെ കാണാനല്ല പോകുന്നത്. ഇപ്പോൾ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ വാസവനും പിണറായി അടക്കമുള്ള വലിയ മഹാമൂർത്തികളെയാണ് ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾക്ക് അവരെ അല്ല കാണേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ ചുമതലക്കാരായിട്ട് ദേവസ്വത്തിന് തലപ്പത്ത് വന്നിരിക്കുന്ന ആളുകൾ വളരെയേറെ മോശമായിട്ടുള്ള ഉത്തരവാദിത്വ രാഹിത്യം കാണിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിൽ അത് കാണിച്ചിട്ടുണ്ട്. പോറ്റിയെ പോലുള്ള ആളുകൾ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത് ഒരു പ്രശ്നം. അത് എന്തുകൊണ്ടാണ് ഈ പോറ്റിയെ പോലെ ആളുകൾ കറങ്ങിത്തിരിക്കാൻ സാധിക്കുന്നതെന്ന് കൂടി നോക്കണം. കാരണം ഒരു കാര്യം നോക്കുക, ഈ സാധനം ശബരിമലയിൽ നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നു. അത് മദ്രാസിലെ സിനിമാ നടന്മാരുടെ വീട്ടിലെത്തുന്നു. ബാംഗ്ലൂരുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് ഇത് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധനം ഒരു സ്ഥലത്തേക്ക് കൊടുത്തയച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയിൽ അവിടെ എത്തണ്ടേ? അതെങ്ങനെയാണ് വഴി തെറ്റി മറ്റു പല സ്ഥലങ്ങളിൽ എത്തുന്നത്? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയക്ക് ഇന്ന് അധികാരത്തിലുള്ളവരും മുമ്പ് അധികാരത്തിലുള്ളവരും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. എന്തുകൊണ്ട് നൽകുന്നത്? അവർക്ക് അതിൻ്റേതായിട്ടുള്ള വരായികയുണ്ട്, വലിയ വരുമാനമുണ്ട്. ആ വരുമാനം പലരുടെയും കീശയിലെത്തിയിട്ടുണ്ട്. ഇതാണ് വസ്തുത. ഇത് കൃത്യമായിട്ട് കോടതിക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇവർ സ്വാഗതം ചെയ്യലാണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കോടതിയല്ലേ നിയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ സ്വാഗതം ചെയ്യേണ്ടി വരും. പക്ഷേ എങ്ങനെയെങ്കിലും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം ഗോപൻ അടക്കമുള്ള മറ്റു അതിഥികളിലേക്ക്. ഈ വിമർശനങ്ങൾക്ക് അങ്ങയുടെ മറുപടി. ശ്രീ വേണു, ഈ ചർച്ച തുടങ്ങിയിട്ട് 36 മിനിറ്റായി. 4 മിനിറ്റാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ചെയറിൻ്റെ സ്ഥാനത്ത് ഒരു വലത്തെ അറ്റത്തെ നിരീക്ഷകനെ കൂടി ഇരുത്തി ഈ ചർച്ച പൂർത്തിയാക്കുന്നതായിരുന്നു നല്ലത്. ഈ ചാനൽ കാണുന്നത് ശ്രീ വേണുവിൻ്റെ പൊളിറ്റിക്സോ ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീഡിയ വണ്ണിൻ്റെ രാഷ്ട്രീയമോ മാത്രമായിട്ട് ഈ ചാനൽ കാണുന്നവരല്ല കേരളീയർ. മീഡിയ വണ്ണിൻ്റെ ചാനൽ കാണുന്നവരിൽ മീഡിയ വണ്ണിൻ്റെ പൊളിറ്റിക്സോട് താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ഡിബേറ്റ് സംഘടിപ്പിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റ് 4 വട്ടം ആലോചിക്കണം. ഇവരെയൊക്കെ നിങ്ങൾ നാളെയും കൊണ്ടിരുത്തണം. ഇത്രയും വലതുപക്ഷത്തെ അറ്റത്തെ നിരീക്ഷകർ, നിഷ്പക്ഷർ, മാധ്യമക്കാർ, ഇങ്ങനെ ഒരു ബാലൻസും ഇല്ലാത്തൊരു ചർച്ച, പിന്നെ വേണുവിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം ഇത്തരം ഒരു മാധ്യമ പ്രവർത്തനത്തിന് ഇതൊരു ബാലൻസിംഗ് ആയ സമീപനമാണോ എന്നുള്ളത് മീഡിയ വൺ മാനേജ്മെൻറ്റ് ആലോചിക്കട്ടെ. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇവർ ഏതെങ്കിലും പിൻ പോയിൻ്റ് ചെയ്തൊരു പ്രശ്നം ഇവിടെ അവതരിപ്പിച്ചോ? ഇവർ കാടടച്ച് വെടിവെക്കുന്നതല്ലാതെ എന്ത് പ്രശ്നമാണ് ഇവർ പിൻ പോയിൻ്റ് ചെയ്ത് അവതരിപ്പിച്ചത്? ഇവരെന്തൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകളോട് പറയുന്നത്? നിങ്ങൾ തന്നെ, ബഹുമാനപ്പെട്ട അവതാരകൻ തന്നെ, ശ്രീ വേണു ബാലകൃഷ്ണൻ തന്നെ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തതിനെ പരിഹസിക്കുകയാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ചർച്ച എന്താകുമായിരുന്നു? അവസാനം വളരെ പരിഹാസത്തോടുകൂടി ചേക്കുട്ടി മാഷ് പറയുന്നത് ഇവർക്ക് വേറെ വഴിയെന്താണെന്നാണ്. എന്തൊരു ചോദ്യം ഇതൊക്കെ ഇരുന്നിട്ട് പറയുന്നത്? ഗവൺമെൻറ് തുടക്കം മുതൽ, ദേവസ്വം ബോർഡ് തുടക്കം മുതൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന സമയം മുതൽ ഇക്കാര്യത്തിലെടുത്ത നിലപാടെന്താ? ഗവൺമെൻറ് അന്വേഷണ ഏജൻസിയെ പ്രഖ്യാപിക്കാത്തത് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വിജിലൻസാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതും പലതും കണ്ടുപിടിച്ചതും. വിജിലൻസിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് മുമ്പ് തന്നെ ജാമ്യം എടുത്തുകൊണ്ട് പീഠം ഇന്നയുടെ സ്ഥലത്തുണ്ടെന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാടിനെ നിങ്ങൾ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്തിനാ? CBI ആയിരുന്നു ഈ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിൽ ഞങ്ങൾ എതിർക്കുമായിരുന്നോ? ഞങ്ങൾക്ക് CBIയെക്കുറിച്ച് വിമർശനമുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ അന്വേഷണത്തെ ഗവൺമെൻറ് സ്വാഗതം ചെയ്യുന്നത് ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ഒരു കാര്യം, ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് അവിടെ 1500 കോടി അല്ലെ 2030-ലോ 2050-ലോ ഒക്കെ എത്തുന്ന വികസനം മാത്രം മുൻനിർത്തിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ചെന്നൈയിൽ NIC എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിൻ പ്രകാരം ഇനി ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ അതിൻ്റെ മുഴുവൻ റെക്കോർഡ്സും സൈറ്റിൽ വരാൻ പോവുകയാണ്.
അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് വെർച്വലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനൊരു സംഭവം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും UDFൻ്റെയും BJPയുടെയും പക്ഷത്തുള്ളവർ. കാരണം ഇവർ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് ഞാൻ ആ പ്രസിഡന്റുമാരുടെ ഒന്നും പേര് പറയുന്നില്ല. ഇന്നലെ നിങ്ങളുടെ ചർച്ചയിൽ തന്നെ ഉയർന്ന 1-2 പ്രശ്നങ്ങളുണ്ട്. അവിടെ ദേവസ്വം മന്ത്രിയായിരുന്ന UDFൻ്റെ നേതാവിൻ്റെ സഹോദരനെ പിരിച്ചുവിട്ടതെന്തിനാണെന്ന് ശ്രീകുമാർ സാറ് അടുത്ത ഊഴം വരുമ്പോൾ ഒന്ന് പറയണം. അദ്ദേഹത്തെ എന്തിനാണ് പിരിച്ചുവിട്ടതെന്ന് പറഞ്ഞാൽ മതി. ദേവസ്വം ബോർഡ് UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജിലൻസിൻ്റെ എൻക്വയറി നടക്കുമ്പോൾ ഒരു ബോർഡ് മെമ്പർ എന്തിനാ ഇറങ്ങി ഓടിയെന്നും കൂടെ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ പറഞ്ഞ പ്രശ്നം ഒരു പരിധിവരെയാവും. പിന്നെ വളരെ വൈകാരികമായി ഇവിടെ അവതരിപ്പിച്ച വലത് നിരീക്ഷകൻ ഷാബു സാറെ, ഈ സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇക്കാര്യത്തിലൊരു പൊതുവായൊരു ധാരണ ഉണ്ടാവണം. ഒന്ന്, ശബരിമലയിൽ 50കളിലുണ്ടാക്കിയ മാനുവലിനകത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ് സംവിധാനം അന്ന് നാട്ടിൽ അറിയില്ല. അതുപോലെ തന്നെ അതിന് ശേഷം ഉണ്ടായ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമമുണ്ട്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ജലാശയങ്ങളുടെ മുകളിൽ വെച്ച് ആസിഡ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് പെരിയാറിൻ്റെ തീരത്ത് വെച്ച് ഈ സ്വർണം കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, ആസിഡ് ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സമുണ്ട്. അതുകൊണ്ടാണ് ശബരിമലയുടെ പ്രിമൈസസ് വിട്ട് ശബരിമലയുടെ പരിസരത്ത് നിന്ന് ഇത് ദൂരേക്ക് കൊണ്ടുപോയി പണിയേണ്ടി വന്ന സാഹചര്യം അതുകൊണ്ടാണ്. പക്ഷേ ശ്രീ ഗോപൻ, അവിടുന്ന് മാറ്റേണ്ടി വന്നത്. അത്രയും ശാസ്ത്രീയമായ കാര്യങ്ങൾ എല്ലാം അങ്ങ് ഇവിടെ വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപചോദ്യമുണ്ട്. ശരി, ഒരു ന്യായത്തിന് ഇത് അംഗീകരിച്ചു, അങ്ങനെയാണ് ഇത് ശബരിമലയുടെ അങ്കണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയത് എന്ന്. 39 ദിവസം ഇതവിടെ ഉണ്ടായിരുന്നില്ല എന്നത് എങ്ങനെയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയത്? അല്ല, അത് കൊണ്ടുപോയി അത് കൊടുത്ത സ്ഥാപനത്തിൽ എവിടെയാണോ ഇത് കൊണ്ട് കൊടുത്തത് അത് വളരെ ഉത്തരവാദിത്തോടു കൂടി അതിൻ്റെ മുഴുവൻ റെക്കോർഡ്സ് സഹിതമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നിർമ്മാണത്തിന് വേണ്ടി കൊടുത്ത സാധനം, അതിൻ്റെ അളവ്, തൂക്കം, വീഡിയോഗ്രാഫ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സകലരുടെയും സഹായത്തോടു കൂടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ഉപകരണം നിർമ്മിക്കാനോ നിർമ്മാണത്തിനോ അതിൻ്റെ മെയിൻ്റനൻസിനോ കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഏത് കാലതാമസം വന്നാലും അത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അളവ് തൂക്കങ്ങൾ പരിശോധിച്ച് കിട്ടുക എന്നുള്ളതാണ്. ഇനി അതിനകത്ത് ദുരുദ്ദേശപരമായിട്ടാണോ അത്രയും ദിവസം ഡിലേ വന്നതെങ്കിൽ നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടുമല്ലോ. ഇവിടെ എന്താ പ്രശ്നം? ഗോപൻ, ഇങ്ങനെ എല്ലാം അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടും. എന്തുകൊണ്ട് 39 ദിവസം? അത് വളരെ അസാധാരണമാണ്, അസാധാരണമായ ഒരു കാര്യം. നിങ്ങളിപ്പോൾ പറയുകയുണ്ട് ആരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇത് കൊടുത്തു വിട്ടത് എന്ന്. അവരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നീട് ഈ പറയുന്ന ചെന്നൈയിലേക്ക് ഉദ്യോഗസ്ഥരെത്തുന്നത് എപ്പോഴാണ്? ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ആ സ്ഥാപനം അറിയിക്കുമ്പോഴാണ്, അല്ലേ? സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ആ സ്ഥാപനം അറിയിക്കുമ്പോഴാണ് അവിടേക്ക് പിന്നെ ഓടിച്ചെല്ലുന്നത്. അപ്പോഴേക്ക് 39 ദിവസം കഴിയുകയാണ് ശ്രീ ഗോപൻ. മാത്രമല്ല തിരിച്ചിവിടെ കൊണ്ടുവരുമ്പോൾ അളവ് തൂക്കം എടുക്കുകയും ചെയ്യുന്നില്ല. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഇത് ബോർഡ് പോളിസി മാറ്ററാണ് തീരുമാനിക്കുന്നത്. നയപരമായ കാര്യങ്ങളാണ് ബോർഡ് തീരുമാനിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നവരാ കൂടുതലും? നമ്മൾ അതൊക്കെ ചർച്ച ചെയ്ത് പോകണം. LDFൻ്റെ ഭരണം വന്നതിന് ശേഷമാണ് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങൾ പൊതുവെ ട്രാൻസ്പെറൻ്റായി മാറിയത്. റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വരുന്നത്, അവിടെ സുതാര്യമായ നിയമനം വരുന്നത്. മറ്റേത് ബോർഡ് മെമ്പർമാർക്ക് പണം കൊടുത്ത് കയറിയവരാ വലിയൊരു പങ്ക് ആളുകൾ. ഓരോ ക്ഷേത്രം എടുത്ത് നോക്ക്. ഇവിടെ ഇപ്പോൾ വളരെ ആവേശത്തോടെ പറഞ്ഞല്ലോ, പല ക്ഷേത്രങ്ങളിലും ഭരണസമിതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ മത്സരം നടക്കാറുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടീസ് എടുത്ത് നോക്കണം. നിലവിലിരിക്കുന്ന ഭരണസമിതിയുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെയാണ് നാട്ടിൽ പല ക്ഷേത്രങ്ങളുടെയും ഭരണസമിതി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അവിടെയൊക്കെ ഇരിക്കുന്ന പലരും വളരെ തെറ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. ഉദ്യോഗസ്ഥർ ചിലരൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ 2-3 വിജിലൻസ് കേസ് അവിടെ നടക്കുന്നുണ്ട്. 1.25 കോടി രൂപയുടെ പാത്രം UDFൻ്റെ കാലത്തെ വിജിലൻസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ശാന്തി നിയമനം എങ്ങനെയായിരുന്നു അറിയോ ശ്രീ വേണു അവിടെ നടക്കുന്നത്? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ശാന്തി നിയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് നറുക്കെടുപ്പാണ് ചെയ്യുന്നത്. ആ നറുക്കെടുപ്പിൽ അയ്യപ്പൻ തീരുമാനിക്കുന്നു ആര് വരണമെന്ന്. അതാണല്ലോ നറുക്കെടുപ്പിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നറുക്കിലേക്ക് വരണമെങ്കിൽ ദേവസ്വം ബോർഡുകാർ കാശ് വാങ്ങിച്ചുകൊണ്ടാണ് പണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയാണോ തിരക്കി നോക്കിയാട്ടെ. അപ്പോൾ ശബരിമലയെ അഴിമതി മുക്തമാക്കാനുള്ള ശ്രമം നടത്തുന്നതിനെയാണ് ഇത്രയും വൈകാരികമായി കൊള്ള സംഘം എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചേ. ഈ കൊള്ള സംഘമൊക്കെ എങ്ങനെയാണ് 250 കിലോ പവനും കിലോയും ഒക്കെ മോഷണം പോയ ശങ്കരാചാര്യ ക്ഷേത്രങ്ങളും ഒക്കെ ഇന്ത്യ രാജ്യത്ത് കിടന്ന് അടിക്കുക.
കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടന്ന സംഭവങ്ങളെല്ലാം രാജ്യത്ത് കിടക്കുകയാണ്. ഇവിടെ പിന്നെ അഴിമതി മുക്തമായി ശബരിമലയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ച ഒരു സർക്കാരിനെതിരെയാണ് കൊള്ള സംഘം പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ നിങ്ങളിവിടെ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ ശ്രീകുമാർ സാർ ഉൾപ്പെടെ പറഞ്ഞ ഇവർക്ക് സ്വർണത്തോട് എന്താ താല്പര്യമെന്ന്. ഈ ബിരിയാണി ചെമ്പിനകത്തെ സ്വർണത്തിൻ്റെ കഥ എവിടെ പോയി സാറേ? ഖുറാനകത്തെ സ്വർണത്തിൻ്റെ കഥ എവിടെ പോയി? നിങ്ങൾ എന്താ ഇപ്പോൾ അത് ചർച്ച ചെയ്യാത്തത്? ഇന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സുപ്രീം കോടതിയിൽ നല്ലൊരു തിരിച്ചടി വാങ്ങിയല്ലോ, എക്സാലോജിക് എന്ന് പറഞ്ഞു പോയി. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചാനലുകൾ ചർച്ച ചെയ്യേണ്ട ഇന്ന് എന്താ? ഈ സുപ്രീം കോടതി വിധി ഗവൺമെൻറ്റിനെതിരായിരുന്നെങ്കിൽ, വീണയ്ക്കോ പിണറായി വിജയനോ എതിരായിരുന്നെങ്കിൽ കേരളം ഇളകി പറഞ്ഞേനിപ്പോൾ. ഇവിടുത്തെ ചർച്ച ഇതല്ല, സ്വർണ്ണമൊക്കെ അവർ മാറ്റിവെച്ചേനി. വേറൊന്ന് കിട്ടാത്തതുകൊണ്ടായി സ്വർണ്ണത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ കുഴൽനാടൻ കൊണ്ടുപോയ കേസ് എവിടെ നിൽക്കുന്നു ശ്രീകുമാർ സാറേ? അപ്പോൾ ഇത് നിങ്ങൾ ഈ ഉന്നയിച്ച എല്ലാ ആക്ഷേപവും തൃശ്ശൂർ പൂരത്തിൻ്റെ മുകളിൽ പോയി പൊട്ടിത്തകർന്ന് താഴേക്ക് വരുന്നത് പോലെ ഏതാനും ദിവസങ്ങൾക്കകം, ഏറി വന്നാൽ 30 ദിവസത്തിനകം ഈ സംസ്ഥാന സർക്കാരിന്റെ കൈകൾ ശുദ്ധമായിരുന്നു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ അത് സമ്മതിക്കില്ല, നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കത്തില്ല. അല്ല, ഞാൻ ഇതുകൂടെ അവസാനിപ്പിക്കട്ടെ. അല്ല, തീർന്നില്ല. ഒരു കാര്യം കൂടി ശ്രീ ഗോപൻ, ഞാൻ ഇതുകൂടെ അവസാനിപ്പിക്കട്ടെ. വേഗം പറഞ്ഞോളൂ ശ്രീ വേണു, ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഉപയോഗിച്ചത് അയ്യപ്പ സംഗമത്തിലേക്കാണ് കയറിയ. നാളെ മുതൽ അവർ വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സംഗമം അവിടെ സംഘടിപ്പിച്ചു. കേരളത്തിൻ്റെ മുറിവ് മീഡിയ വണ്ണെങ്കിലും ചർച്ച ചെയ്യേണ്ടതല്ലേ? ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് അവിടെ നടത്തിയിട്ടുള്ള വർഗീയ വിഷലിപ്തമായ പ്രസംഗം. ഇതേ ചെങ്കോട്ടുകോണത്തിൽ ഒരു സ്വാമിയാണ് നിലയ്ക്കൽ പണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കി അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് പറഞ്ഞ് വർഗീയതകളെ ഉണ്ടാക്കാൻ പരിശ്രമിച്ചത്. മാത്രമല്ല, ശ്രീകുമാർ സാർ ഒരു വാക്കുകൊണ്ടൊന്ന് കുറ്റപ്പെടുത്തണ്ടേ, അവിടെ നിലനിൽക്കുന്ന ആചാരത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രസംഗമാണ് അവരവിടെ നടത്തിയത്. എന്താ അത്? ബാബര് നടയിൽ പോയിട്ട് ആ പ്രശ്നത്തെ സംബന്ധിച്ച് ഇവരുടെ നിലപാടെന്താ? വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ പോയിട്ട് എന്ത് പറയാൻ? അതൊക്കെ ആ ചർച്ചയിൽ ചോദിക്കുകയും ചെയ്താണ്. ഗോപൻ ഒറ്റ കാര്യം ചുരുക്കം വാക്കുകളിൽ മറുപടി പറയുന്നത്. ശ്രീ ഗോപൻ, അങ്ങ് ചൂണ്ടിക്കാട്ടിയതെല്ലാം നിങ്ങളുടെ സർക്കാർ എടുത്ത മാതൃകാപരമായ നടപടികളെല്ലാം അത് ജി സുധാകരന്റെ കാലത്താണ്. അതുകൊണ്ട് സുധാകരൻ ഇന്ന് ആർജവത്തോടെ പറയുന്നുണ്ട്, എന്റെ കാലത്ത് ഒരു പാളിയും ആരും കൊണ്ടുപോയിട്ടില്ല എന്ന്. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കടകംപള്ളിയെയും അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വാസവനെയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ശരിയായ കാലത്ത് ശരിയായ പ്രവൃത്തികൾ ചെയ്തത് ആ രൂപത്തിൽ തന്നെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ജി സുധാകരനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ചർച്ചയും നടക്കുന്നില്ലല്ലോ. ഒറ്റക്കാര്യം കൂടി ശ്രീ ഗോപൻ, ഒറ്റക്കാര്യം കൂടി. ഈ കള്ള ഇടപാടുകൾ മുഴുവൻ അവിടെ നടന്നു. 2025 സെപ്റ്റംബറിൽ ഇത് കൊടുത്തുവിടുമ്പോൾ പ്രശാന്തിനും ഉണ്ടായിരിക്കുകയാണ് അബദ്ധം. അതൊരു അബദ്ധമെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് ഇതുവരെയുള്ള പൊതുപ്രവർത്തനത്തിൽ കളങ്കമില്ല. ആർത്തിൽ പിന്തുണച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പ്രശാന്തിന് വീഴ്ച പറ്റിയെന്ന് പറയുകയാണ്. പക്ഷേ ആ വീഴ്ച എന്ന് പറയുന്നത് മറ്റു പലരും നേട്ടമുണ്ടാക്കുകയാണ്, ഒരു പോറ്റി മാത്രമല്ല. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ വീഴ്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു? ശ്രീ വേണു, ജി സുധാകരനെ നിങ്ങൾ നല്ലത് പറയുന്നതിൽ വലിയ സന്തോഷം. കാരണം ജി സുധാകരൻ ഇപ്പോൾ പൊതുരംഗത്ത് സജീവമല്ല. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ നേതാവും നിങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ജി സുധാകരന് കൊടുക്കുന്ന അംഗീകാരത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏത് കേസിൽപ്പെട്ട് ഏത് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പേരിൽ, അല്ലെങ്കിൽ കടകംപള്ളിയുടെ പേരിൽ, അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അനന്തഗോപൻ്റെ പേരിൽ എന്ത് സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? എന്ത് മുന്ന് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ മുൻ അനുഭവം നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പോൾ അവരെക്കുറിച്ച് ആക്ഷേപം വന്നിട്ടുള്ളത്, ഈ പത്മകുമാറിനെ കുറിച്ചായാലും ആക്ഷേപം വന്നിട്ടുള്ളത്. നാളെ പത്മകുമാറിൻ്റെ ഭാഗത്ത് പെശക് പറ്റിയെന്ന് കണ്ടാൽ നിങ്ങൾ ആരും അതിനകത്ത് വേവലാതിപ്പെടേണ്ട. നടപടിയെടുക്കുന്നതും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം CPM-നുണ്ട്. നിങ്ങൾ വെറുതെ ആക്ഷേപിക്കരുത് ഒരാളുകളെ. നിരീക്ഷണത്തിലിരിക്കുന്ന കേസിനെ. ശ്രീ ശ്രീകുമാർ അങ്ങയുടെ മറുപടി. നോക്കൂ ശ്രീ വേണു, ഇവിടെ നമ്മുടെ ഇന്ന് പത്മകുമാർ പത്രലേഖകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വിവാദ പുരുഷൻ്റെ ഒരു മെയിൽ അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവസ്വം പ്രസിഡന്റിന് പല മെയിലും അയച്ചിരിക്കാൻ, ഞാനത് കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ അത് പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്മകുമാർ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പത്മകുമാർ പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അന്ന് അപ്പോൾ അത് കൈകാര്യം ചെയ്ത് ആരാണെന്നുള്ള അന്വേഷണത്തിൻ്റെ പരിധി വരുമായിരിക്കും. പിന്നെ ശ്രീ ജി സുധാകരൻ ഇപ്പോഴും പൊതുരംഗത്ത് സജീവമായതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.
അദ്ദേഹത്തെ പറയുന്നത് CPM-നെതിരായിട്ടുള്ള വടിയായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം CPM കാരനായതുകൊണ്ട് പറഞ്ഞ കാര്യം പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഇന്നത്തെ ഇവരുടെ ക്യാപ്സ്യൂളാണ്. അതായത് VS ശിവകുമാറിൻ്റെ ഇപ്പം നേരത്തെ ഒരു ചാനലിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പാത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, ഒരുപാട് ആക്ഷേപം പറഞ്ഞു. ഇവരല്ലേ 9 വർഷമായിട്ട് ഭരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നടപടി എടുക്കാതിരിക്കുന്നത്? അപ്പോൾ അന്നുള്ള എല്ലാ കോൺഗ്രസ്സുകാർ നടത്തിയ എല്ലാ കൊള്ളകളും കണ്ടെത്താനാണ് ഇവരെ പിടിച്ചാക്കിയത്. അപ്പോൾ ഇവരെ പിടിച്ചാക്കിയപ്പോൾ ഇവർ ഇറങ്ങാൻ നേരത്ത് ഇവർ കേൾക്കുന്ന പഴി സ്വർണത്തെക്കുറിച്ചാണ്. ഞാൻ സ്വർണത്തോട് താല്പര്യം നല്ല കേട്ടോ ഡോക്ടർ ഗോപൻ പറഞ്ഞത്. സ്വർണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ കേൾക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഓരോന്നും ഞാൻ ആലോചിച്ചേ പറയാറുള്ളൂ. പിന്നെ ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇവരെന്തിനാ VD സതീശൻ തെറ്റ് പറയണമെന്ന് പറഞ്ഞ എന്തിനാ? ഇവർ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ മേൽ ഇവർ കൊണ്ടുവരികയാണ് ആക്ഷേപം. പ്രതിപക്ഷം എന്താ ഇതിൽ ബന്ധം? എന്താ പ്രതിപക്ഷമാണോ ശബരിമല ഭരിക്കുന്നത്? ശബരിമല 1999 മുതലുള്ള കാര്യങ്ങളും 2019 ശേഷമുള്ള കാര്യങ്ങളും 25 വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വിടുന്നത്. അന്വേഷിക്കട്ടെ, കോടതി അന്വേഷിക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ ഭരണാധികാരികൾക്ക് തുറന്ന് പറയാമല്ലോ. ഇപ്പോൾ ഇവിടെ NSSന് ഇവർ പന്തളത്ത് പമ്പ സംഗമത്തിൽ ഇവർ NSSന് ഉറപ്പ് കൊടുത്തു. NSS ഇവരെ പിന്തുണച്ചു അല്ലേ? NSSനോട് ഇവർ നാളെ പോയി പറയണ്ടേ? എന്തുകൊണ്ട് NSS ചോദിച്ചിട്ടില്ല? കാരണം എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിൻ്റെ നേരെ ചോദിച്ചിട്ടില്ല? പക്ഷേ ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഇവർ പറയുമ്പോൾ ഈ സ്വർണം പോയ കാര്യവും പറയണ്ടേ? ഇവിടെ സ്വർണം പോയ കാര്യം ജനങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഭരണക്കാരിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിന് കൃത്യമായി ഉത്തരം പറയാത്തതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്താ മറുപടി പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ വേണു മുഖ്യമന്ത്രി മറുപടി പറയാത്തതെന്ന് ഈ നാട്ടിലത്തെ ഒരു വോട്ടർക്ക് ചോദിച്ചുകൂടെ? സാധാരണ നമ്മുടെ കാലത്ത് മുൻ മുഖ്യമന്ത്രിമാരൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി കാര്യം പറഞ്ഞിരുന്നു. ഇത് അദ്ദേഹം പറയുന്നില്ല. മോഹൻലാലിന് സ്വീകരണം കൊടുക്കുന്നതിൽ നമ്മൾ വളരെ ആഹ്ലാദപൂർവ്വം കാണുമ്പോൾ ഈ ശബരിമല വിഷയം അതുപോലത്തെ ഒരു വിഷയമല്ലേ? അതിന് മുഖ്യമന്ത്രി രംഗത്ത് വരേണ്ടതല്ലേ? ശരി, ഇവിടെ വാസവൻ ഇന്ന് പറഞ്ഞു അതൊരു തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറയുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്ന്. പക്ഷേ അവിടെ ചില നല്ല കാര്യങ്ങൾ വന്നാൽ ഇവരത് ദേവസ്വം വകുപ്പിൻ്റെ ആക്കി മാറ്റും. ഇപ്പോൾ പറയുന്നത് ദേവസ്വത്തിന് ബന്ധമൊന്നുമില്ല, വകുപ്പിന് ബന്ധമില്ല, അതൊരു സ്വയംഭരണ സ്ഥാപനമാണ്. നേരെ മറിച്ച് അവിടെ വലിയൊരു ശബരിമല തീർത്ഥാടനം ഗംഭീരമായാൽ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ക്രെഡിറ്റും ഏറ്റെടുക്കാനായിട്ട് ദേവസ്വം വകുപ്പ് വരികയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കാണുകയാണ്. ഈ വിശ്വാസ സംഗമം UDF എന്ന് പറയുമ്പോഴേ അത് വിശ്വാസികളുടെ ഭക്തജന സംഗമമല്ല. ശബരിമലയിൽ വിശ്വാസമുള്ള എല്ലാവർക്കും അതൊരു രാഷ്ട്രീയ പ്രചരണ കാര്യമാണ്. ഗവൺമെന്റിന് സംഭവിച്ച വീഴ്ച അത് ചൂണ്ടിക്കാണിക്കാനാണ് ആ സംഭവം, ആ പരിപാടി കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മറുപടി പറയാത്തതുകൊണ്ടുമാണ്. സംഗമം അവർ നടത്തുന്നുണ്ടായിരുന്നില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന പന്തളം സംഗമത്തെ പറ്റിയുള്ള ശ്രീ PK ഗോപൻ ഉന്നയിച്ച വിമർശനം, ഒരു ചെങ്കോട്ട് കോണം സ്വാമി ഉണ്ടാക്കിയ കുഴപ്പം എന്താണ്, അതിൻ്റെ മുൻ ചരിത്രം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ നാവ് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ശ്രീ PK ഗോപൻ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ രാജ്യത്തെ വലിയ ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്ന വൻകിട കൊള്ളകൾ ഈ വിശ്വാസികളാരും കാണുന്നില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ മുനയും ചെന്നുകൊള്ളുന്നത് എങ്ങോട്ടേക്കാണെന്ന് അങ്ങേക്കറിയാം. അങ്ങയുടെ മറുപടി ചുരുക്കം വാക്കുകൾ. ഈ നാട്ടിൽ തന്നെ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഏർപ്പാടിന്റെ കീഴിൽ നടക്കുന്ന ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ള തന്നെ സംസാരിച്ച് തീർന്നിട്ട് വേണ്ടേ ബാക്കിയുള്ളിടത്തേക്ക് പോകാൻ? ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഗോപൻ ഒരു കാര്യത്തിന് ഇപ്പോഴും മറുപടി പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 39 ദിവസം ആ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സിയോന്റെ അകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രഹസ്യമായി വെച്ചേക്കുന്ന സാധനമല്ല. ഇത് പബ്ലിക്കായിട്ട് കാണാവുന്ന സാധനമാണ് ആ ദ്വാരപാല വിഗ്രഹം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇത്ര വലിയ അളവിൽ സ്വർണം കൊണ്ടുപോയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് വേണം കോമൺ സെൻസിന് വഴങ്ങുക? പിന്നെ അദ്ദേഹം ഇവിടെ മറ്റൊരു വലിയ സാങ്കേതിക കണ്ടെത്തൽ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ആസിഡ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ജലാശയത്തിന്റെ തീരത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന്, അതുകൊണ്ടാണ് അവിടുന്ന് കൊണ്ടുപോയെന്ന്. ശബരിമല സന്നിധാനത്തിന്റെ സമീപത്ത് എവിടെയാണ് ജലാശയമുള്ളത്? പമ്പാ നദി എവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്നെങ്കിലും? ആ സന്നിധാനത്ത് നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ് പമ്പാ നദി ഉള്ളത്. ഇത് അത് മാത്രമല്ല, മനസ്സിലാക്കുന്നത് വനം വകുപ്പിന്റെ എതിർപ്പുണ്ട്. അതിൽ കേന്ദ്ര നിയമം നോക്കിയാട്ടെ. അതല്ല, ഇനിയും കേന്ദ്ര ഗവൺമെന്റ് നിയമം നോക്കിയാൽ മതി. അവിടെ സ്വർണം 1990 ഈ മുഴുവൻ വർക്കുകളും സന്നിധാനത്തിൽ തന്നെയാണ് നടന്നത്. അല്ല, അതിനുള്ള വിചിത്രമായ ന്യായമാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പിന്നീടാണ് വന്നിരിക്കുന്നത്. അവിടെ ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടന്നിട്ടുള്ളത്.
ഗോൾഡ് ക്ലാഡിംഗ് ആണ്, പ്ലേറ്റിംഗ് അല്ല. അതാണ് ഇവർ അതിലൊക്കെ പിടിച്ച് അങ്ങനെയുള്ള സാങ്കേതിക പദങ്ങളിൽ പിടിച്ചാണ് ഇവർ തൂങ്ങുന്നത്. പ്ലേറ്റിംഗ് അല്ല, ക്ലാഡിംഗ് ആണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും മിനിമം മനസ്സിലാക്കണം. മിനിമം അവിടെ നിന്ന് സ്വർണ്ണ പാളികൾ പോയി പൂശിയ സ്വർണം തിരിച്ചവിടെ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള ഭൂലോക ഫ്രോഡ്, ഓരോരുത്തർക്ക് വിശ്വാസം മുതലെടുത്ത് കൊണ്ടു നടന്ന് പൂജ നടത്തിയതിനെ വിറ്റു. ഇന്നിപ്പോ കെ മുരളീധരൻ, ഞാൻ ഇടപെടുകയാണ് സാർ, കെ മുരളീധരൻ എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഏതാണ്ട് 50 വർഷമായി ശബരിമല എപ്പോഴും പോകുന്ന ഒരാളാണ്, 50 വർഷമായി. ഈ പറയുന്ന പോറ്റിയും അവിടുത്തെ പരികർമ്മിയുടെ കൂടെ സഹായിയായി നിന്നിട്ടുള്ളതാണ്. 2 ഘട്ടങ്ങളിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആഘോഷയാത്ര നടക്കാറുള്ളൂ എന്ന് പറയുകയുണ്ടായി മുരളീധരൻ. ഒന്ന് ഈ പറയുന്ന തിരുവാഭരണം, പിന്നെ ഈ തങ്കാങ്കി ഘോഷയാത്ര. അതല്ലാത്ത ഒരു ഘോഷയാത്രയും ആചാരപരമായി ശരിയല്ല. ഇയാൾ പക്ഷേ ഈ കൊണ്ടുപോയ എല്ലാ ദിക്കുകളിലും ഇങ്ങനെ ഘോഷയാത്ര നടത്തുന്നുണ്ടായിരുന്നു എന്ന്. അവസാനമായി ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഈ 2019 നടന്നൊരു കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതിക്കൂടാ. കാരണം 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് തൊട്ട് മുമ്പ് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന വാതിൽ ഇയാൾക്ക് കൊടുക്കുകയാണ് സ്വർണം പൂശാൻ വേണ്ടി. അപ്പോൾ സ്വർണം പൊതിഞ്ഞ വാതിൽ സ്വർണം പൂശാൻ കൊടുക്കുന്നത് എന്തിന്? അതിൻ്റെ ഒരു 3 മാസത്തെ ഗ്യാപ്പിലാണ് പിന്നീട് ഈ പറയുന്ന ദ്വാരപാലക ശില്പം ഇതേപോലെ അതിനെ എടുത്തുകൊണ്ട് പോകാനുള്ള അനുമതി കിട്ടുന്നത്. ഇതൊക്കെ 2019 കാലത്താണ്. അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ നല്ല എന്താണ് പറയുന്നത്, വേനൽക്കാലം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിക്കുന്നത് പോലെ കോവിഡിൻ്റെ മറവിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അന്ന് അത്രയും സൂക്ഷ്മമായ പരിശോധനകളില്ല, പല കാര്യങ്ങളും ക്രമം വിട്ട് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോധപൂർവം ആയിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചോടെ. ഒറ്റ കാര്യം കൂടി, സുരേഷ് ഗോപി ഈ പറയുന്ന പാലാ മേവട പുറക്കാട്ട് ദേവീക്ഷേത്രത്തിൽ ഒരാൽത്തറയിൽ കലുങ്ക് സഭ നടത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് വരും. കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും, വിശ്വാസികൾ ചേർന്നുകൊണ്ടുള്ളൊരു സംവിധാനമായിട്ടാകും അത് മാറുക എന്ന്. അതെന്തിന്റെ സൂചനയാകാം? എക്സാക്ട്ലി. ഇത് 30 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ചെയർമാനോ മറ്റോ ആയിരുന്നു ആ സമയത്ത്. അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഈ ദേവസ്വം സംവിധാനം, സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം സംവിധാനം ഒഴിവാക്കണം, വിശ്വാസികൾക്ക് ദേവസ്വം ഭരണത്തിൽ, ക്ഷേത്രഭരണത്തിൽ നിർണായകമായ പങ്ക് കിട്ടണം എന്നുള്ളത്. അന്ന് പക്ഷേ ആ നിലപാടിനോട് കേരളം യോജിച്ചിരുന്നില്ല കേട്ടോ. അന്ന് എന്തുകൊണ്ട് യോജിച്ചില്ല വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷേത്രങ്ങളുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പഴയ രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു, അത് നമ്മുടെ സർക്കാരിൽ എത്തിച്ചേർന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ ദേവസ്വം സംവിധാനവും ഈ നിലയിൽ എന്താ പറയുക മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ എത്തിയിരുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള ഒരു ദേവസ്വം സംവിധാനത്തിന് തലപ്പത്തുണ്ടായിരുന്നവരെ സംബന്ധിച്ച് പൊതുവിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ സംഘപരിവാരത്തിൻ്റെ കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമാണ് ഈ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണം കൊടുക്കണം എന്നുള്ളത്. ആ നിലപാടിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമ്മതി കിട്ടാനിടയാക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ദേവസ്വം ഭരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അൾട്ടിമേറ്റ്ലി ഇത് വളരെയേറെ ഗുരുതരമായിട്ട് സർക്കാരിന് എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സംഘപരിവാറിന് താക്കോൽ കൊടുക്കുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ പോവുക. അല്ല, ശ്രീ ചെക്കുട്ടിയുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല, അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ആര് എന്ന ചോദ്യമാണ് പ്രധാനം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സമയം കഴിഞ്ഞു. ശരി, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷൻ ഇടവേള